സാറിന് ഉദ്യോഗക്കയറ്റം കിട്ടും അടുത്ത് അല്ലേ? ആ പെമ്പർമാരെ കണ്ടപ്പോ എന്റെ മനസ്സ് നേറി. എടോ, അവർ രക്ഷപ്പെട്ടു. 1,00,000 താഴെ രൂപ കിട്ടും. നീ വെറുതെ അവരോർത്ത് ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരോടെങ്കിലും ഉള്ള സത്യാവസ്ഥ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ചങ്ക് പൊട്ടിപ്പോകും സാറേ. ഞാനും കൂട്ടുകൂടി ആലോചിക്കുമ്പോ. ജോണി, കഴിഞ്ഞത് കഴിഞ്ഞു. നിന്റെ തള്ളയും പെങ്ങന്മാരും പട്ടിണി കിടക്കുന്നില്ല ഇപ്പോൾ. നീ അതിനെ ദൈവത്തെ സ്തുതിക്ക്. ഇടയ്ക്ക് എനിക്ക് വേണ്ടിയും കിടക്കട്ടെ ഒരു പ്രാർത്ഥന. എന്റെ കർത്താവേ, എന്തൊരു മഹാപാപം. നീ താഴെ ഇറങ്ങ. മിസസ് മേനോൻ ഇരിക്കൂ. ഈ 4 കൊല്ലത്തിനിടയ്ക്ക് നിങ്ങൾ ഒരിക്കലും കത്തെഴുതിയിട്ടില്ല? ഹസ്ബൻഡ് നിങ്ങൾക്ക് എഴുതുകയോ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടുമില്ല? ഇല്ല. പണം അയക്കും, അത് ബാങ്കിലേക്കാണ്. ലീഗൽ ഡൈവേഴ്സിന്റെ കാര്യത്തിന് നിങ്ങളുടെ സൈഡിൽ നിന്ന് ശ്രമമൊന്നും ഉണ്ടായില്ല? ഇല്ല. അതിന്റെ കാര്യം പറഞ്ഞ വേണ്ട. കാരണം ഒരു ഭാഗത്തിരിക്കണം. ഇവിടെ ഞങ്ങൾ സംസാരിക്കട്ടെ. ഡൈവേഴ്സിനേക്കാൾ ലാഭമായിപ്പോ അല്ലേ? 3 മാസം കഴിഞ്ഞപ്പോ നിങ്ങൾ തെറ്റിപ്പിരിച്ചു എന്ന് പറയുന്നു. അന്യനല്ലല്ലോ, ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് നിലയ്ക്ക് കക്ഷി അറിയും. എന്നിട്ടാണ് വിവാഹം. 3 മാസത്തിനിടയ്ക്ക് നിങ്ങൾ തമ്മിൽ എന്താ ഉണ്ടായത്? ചില പേഴ്സണലായ പ്രോബ്ലംസ്. വാട്ട് പ്രോബ്ലംസ്? ഇതൊരു കൊലക്കേസാണ്, മൈൻഡ് യു. പറയണം. പറയണമെന്നില്ല. It has nothing to do with your inquiry. Don't interfere. She is our guest. ഈ ട്രാജഡി, അതിൻ്റെ ഇടയിൽ അവരെ വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങൾ വേണ്ടാന്നൊരു അപേക്ഷയുണ്ട്. ഡിസ്കസ് ചെയ്യാൻ വളരെ ഡെലിക്കേറ്റ് ആയ പ്രോബ്ലംസ് അല്ലേ ഇതൊക്കെ മിസ്റ്റർ രവി? പണിക്കാരിയൊന്നുമില്ലേ? ക്യാരി ഓൺ. ഞാൻ ചായ ഉണ്ടാക്കാൻ പറയാം. വേണ്ട. സ്ട്രോങ് ആയി വല്ലതും വേണമെങ്കിൽ എന്റെ കയ്യിലുണ്ട്. നോ. അമ്മാവന് നാളെ തന്നെ പോണം. തണുപ്പ് തട്ടിപ്പോൾ ആസ്മ. ഓവർ സ്മാർട്ട് ആവാൻ നോക്കുകയാണ് ഇൻസ്പെക്ടർ ഫെലോ. വിത്ത് യുവർ പെർമിഷൻ പ്ലീസ്. വേലക്കാരി ഉണ്ടല്ലോ, തോട്ടക്കാരനോട് വേണമെങ്കിൽ രാത്രി പുറത്തു വന്ന് കിടക്കാൻ പറ. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. ഞാനിവിടെ അധികം വന്നിട്ടില്ല, പക്ഷെ എനിക്ക് അദ്ദേഹത്തെ വലിയ ബഹുമാനമായിരുന്നു. അദ്ദേഹത്തിന്റെ ചിട്ടകൾ, പങ്ക്ച്വാലിറ്റി, ഇന്റഗ്രിറ്റി. മതി, വിസ്തരിക്കണ്ട. എനിക്കറിയുന്ന പോലെ ഗുണഗണങ്ങൾ മിസ്റ്റർ ജയരാജൻ അറിയില്ലല്ലോ. ബഹുമാനമായിരുന്നു, പക്ഷേ പേഴ്സണലായി കൂടുതൽ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. ആ ടൈറ്റിൽ മുമ്പ് ഞാൻ ചുമന്ന് നടന്നിട്ടില്ല. വെറുതെ ദേവിന്ന് വിളിച്ചാ മതി. പേപ്പേഴ്സ് തയ്യാറാക്കുമ്പോൾ കമ്പനി സെക്രട്ടറിക്ക് ഒരു സംശയം. ഫസ്റ്റ് വൈഫിൽ മക്കൾ ഇല്ല. അപ്പോൾ അവകാശ തർക്കമൊന്നുമില്ല. കുറച്ച് എമൗണ്ട് ഉണ്ടാവും, കണക്കൂട്ടിയിട്ടില്ല. എങ്കിലും സുമാർ മുമ്പ് ഇവിടെ വന്ന് താമസിച്ചാണല്ലോ. നല്ല സ്ഥലമല്ലേ? നല്ല കാലാവസ്ഥ. ഇത്ര ഭംഗിയുള്ള സ്ഥലങ്ങൾ കേരളത്തിൽ അപൂർവം. 3 മാസം താമസിച്ചെങ്കിലും ഞാൻ പുറത്തൊന്നും പോയിട്ടില്ല. മുറ്റത്തിറങ്ങുന്നത് കൂടി സമ്മതമായിരുന്നില്ല. ഭർത്താവ് മധ്യവയസ്കൻ, വൈഫ് വളരെ ചെറുപ്പാവുക, വളരെ വളരെ സൗന്ദര്യമുള്ള പെൺകുട്ടിയാവുക. അപ്പൊ ചെറുപ്പക്കാരിൽ നിന്ന് മറച്ചു പിടിക്കാൻ തോന്നും. സ്വാഭാവികം. നടക്കട്ടെ. വിശേഷിച്ചെന്തെങ്കിലും? വേണ്ട. കൂട്ടിന് സ്ത്രീകളെ ആരെങ്കിലും വിട്ടുതരാൻ ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കാണ്. കുടുംബം? ഏയ്, കുടുംബമൊന്നും ആയിട്ടില്ല. ഒറ്റാൻ തടി. അത് ഒരു കഥയാണ്, പിന്നെ പറയാം. ഇവിടെ മുമ്പ് ഒരുപാട് പൂച്ചെടികൾ ഉണ്ടായിരുന്നു. കുറെയൊക്കെ ഉണങ്ങിപ്പോയി. നോവേൽപ്പിക്കാതെ നുള്ളിയെടുക്കാനുള്ള നനുത്ത വിരലുകൾക്ക് വേണ്ടി സ്വർഗത്തിലും കൂടി പൂക്കൾ വിടരും. സംസ്കൃതത്തിലൊരു ശ്ലോകമുണ്ട്.
സംസ്കൃതം പഠിച്ചിട്ടുണ്ടോ? എല്ലാം കുറേശ്ശെ തൊട്ടു നോക്കി, ഒന്നിലും വിദഗ്ധനായില്ല. വരട്ടെ മിസ്സസ് മേനോൻ. ഓഫീസിലേക്ക് കയറി വരുന്ന കണ്ടപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. അതേ മുഖം, അതേ കണ്ണുകൾ. എന്തൊരു അത്ഭുതമാണെന്ന് കരുതി നെഞ്ചിടിപ്പോഴിരിക്കുമ്പോഴാണ് പിള്ള പരിചയപ്പെടുത്തിയത്. എന്തൊരു സാമ്യം. ആരാണെന്നാ കരുതിയത്? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പേരിലും സാമ്യമുണ്ട്. അവൾ ശ്രീദേവി. പക്ഷെ ശ്രീദേവിയാണ് കയറി വരുന്നെന്ന് ഒരു നിമിഷമെങ്കിലും ഓർത്തുപോയാൽ ഞാൻ എന്ത് വെട്ടി. അവൾ എന്റെ മടിയിൽ കിടന്നാണ് മരിച്ചത്. ഫീറ്റ്. വിവാഹം കഴിക്കാൻ എല്ലാം പറഞ്ഞു വെച്ചതായിരുന്നു. പക്ഷേ സോറി, എന്റെ പഴയ കഥകൾ പറഞ്ഞ് ദേവിയെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഹേയ്, അത് കഷ്ടായി. ഇൻസ്പെക്ടർ ചോദിച്ച രീതിയിലല്ല, വെറുതെ അറിയാൻ. വിവാഹം ഒരു പരാജയമായത് അദ്ദേഹത്തിന് ഒരു നല്ല വീട്ടുവേലക്കാരിയുടെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. വിളമ്പിക്കൊടുക്കാനും പരിചരിക്കാനും. കുട്ടികൾ ഉണ്ടാവാത്തത് തന്റെ കുഴപ്പം കൊണ്ടാണെന്ന് ജ്യേഷ്ഠത്തെ വിശ്വസിപ്പിച്ചു ഞങ്ങളെയൊക്കെ. ഒരാണായിരുന്നില്ല, ഒരു പെൺകുട്ടിയെ വിവാഹം കൊണ്ട് തടവിലിടാൻ അങ്ങനത്തെവർക്ക് എന്ത് അവകാശം? എന്റെ വീട്ടുകാരെ പറഞ്ഞാൽ മതി. ശരിയാണ്, ഞാൻ പറഞ്ഞില്ലേ, ഒക്കെ ഫെയ്റ്റ്. പക്ഷെ വിധിയെ അടക്കി ശപിക്കില്ല ഞാൻ. ഇന്നു മുതൽക്ക് നഷ്ടപ്പെട്ട ഒരു സ്വപ്നം, ഒരു സങ്കല്പം എനിക്ക് തിരിച്ചു കിട്ടുകയായിരുന്നു ദേവി കടന്നു വന്നപ്പോൾ. സോറി, അബദ്ധമാണ് പറഞ്ഞു പോയെങ്കിൽ മാപ്പ്. നിന്റെ അഭിനയം നന്നാവുന്നുണ്ട്. ടോപ്പ് ക്ലാസ്. ദേവി മേനോൻ വിശ്വസിച്ചു. നേരത്തെ വന്നു, അപ്പോ പൂട്ടിക്കിടക്കായിരുന്നു. ഞാൻ മിസസ് മേനോനെ ഒന്ന് സന്ദർശിച്ചു. വല്ല സഹായങ്ങളും വേണോ എന്നന്വേഷിക്കേണ്ട സുഖകരമായ ചുമതല എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ചെയർമാൻ. അവരുടെ കണക്കുകളെല്ലാം വേഗം ശരിയാക്കണം. കൂട്ടിക്കഴിഞ്ഞു. എത്രയുണ്ട്? 82,000. ഗ്രാൻഡ്. 82,000. ഇൻഷുറൻസ് ഒന്നുമില്ലേ? അറിഞ്ഞൂടാ, ശമ്പളത്തിൽ നിന്ന് അടവില്ല. മിസസ് മേനോൻ വളരെ വളരെ ദുഃഖിതയായ ഒരു സ്ത്രീയാണ്. അവർക്ക് വേണ്ടത് അല്പസ്നേഹം, സഹതാപം. വരണ്ട മരുപ്പറമ്പിലേക്ക് ഒരു നീർച്ചാല് പോലെ എന്നൊക്കെ സാഹിത്യത്തിൽ പറയില്ലേ, അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യം ഞാൻ സത്യം അവർ അറിയുമ്പോഴോ? അറിയില്ല. അറിയിക്കണമെന്ന് മോഹമുണ്ടോ നിനക്ക്? എനിക്ക് മറ്റെവിടേക്കെങ്കിലും ഒരു മാറ്റം വാങ്ങിത്തരും. ഓ, ആദ്യം തന്റെ ജോലി സ്ഥിരപ്പെട്ട ഓർഡർ കിട്ടട്ടെ, അപ്പോഴേ ആലോചിക്കാം. എന്തെങ്കിലും ഇതൊക്കെ പുറത്തു വല്ലേ? ഷാഡാപ്പ്. നിന്നെ ഞാൻ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഞാൻ പോട്ടെ.
ഇങ്ങോട്ട് വരുന്നത് എനിക്കിഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? വന്നാലെന്താ? സ്റ്റാഫിൽ ഒരാളാണ് അങ്ങോട്ട് പോയത്. അവർക്കൊക്കെ എന്ത് തോന്നും? ഇപ്പോൾ കുറെ കൂടി വലിയ ഉദ്യോഗസ്ഥനായില്ലേ? നഴ്സിന്റെ ക്വാർട്ടേഴ്സിൽ വരുന്നത് ശരിയല്ല എന്ന് തോന്നി. കാണാൻ ഇങ്ങോട്ട് വന്നു. പ്രമോഷന്റെ വകയിൽ എനിക്കെന്ത് തരും? തരാം. നീ നടക്ക. രാത്രി അങ്ങോട്ട് വരാം. ആവോ. ഇന്നലെ 1 മണിവരെ ഞാൻ കാത്തിരുന്നു. പിന്നെ വാതിലടിച്ച് കിടന്നു. എല്ലാം ഒന്ന് സെറ്റപ്പ് ആവുന്നതുവരെ മനസ്സിനൊരു സ്വസ്ഥതയില്ല. സ്വസ്ഥത കിട്ടാനാണ് എന്റെ അടുത്ത് വരുന്നതെന്നാണല്ലോ മുൻപൊക്കെ പറഞ്ഞിരുന്നത്. ആരെങ്കിലും ഒക്കെ ഇവിടെ വരും. നീ നടക്ക. വന്നാലെന്താ? എന്നെങ്കിലും ഒരിക്കൽ ആളുകളോട് പറയേണ്ടി വരുമല്ലോ.